ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് ANJ ഫ്രം RK നെക്സ്റ്റ്. മക്കളെ, നീറ്റ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും. കീമിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു കാര്യം സിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ആളുകളും. എന്നാലും ഇപ്പോഴും പല ആളുകൾക്കും അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ക്ലാരിഫൈ ചെയ്യാൻ പോവാണ്. സോ ആദ്യം വന്ന നോട്ടിഫിക്കേഷൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. നമുക്ക് കേരള എഞ്ചിനീയറിംഗ്, അതേപോലെ ആർക്കിടെക്ചർ, ഫാർമസി, ദെൻ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ എല്ലാത്തിനും എഴുതേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ഇത് ആഗ്രഹിക്കുന്ന എല്ലാവരും രജിസ്റ്റർ ചെയ്യേണ്ടത് കീമിനേക്കാണ്. അപ്പോൾ കീമിൽ മസ്റ്റായിട്ടും രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ആർക്കിടെക്ചർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നെയ്റ്റയുടെ എക്സാം ആണ്, എൻട്രൻസ് എക്സാം ആണ് എഴുതേണ്ടത്. അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നീറ്റ് എക്സാം ആണ് എഴുതേണ്ടത്. പക്ഷെ എല്ലാവരും എന്ത് രജിസ്റ്റർ ചെയ്യണം? ഈ കീമിൽ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമാണ് കേരളത്തിലേക്കുള്ള പ്രവേശന സാധ്യതകൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ കുട്ടികളും ഫാർമസി ആഗ്രഹിക്കുന്നവരും ആർക്കിടെക്ചറുകാരും എഞ്ചിനീയറിംഗുകാരും മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ നിരവധിയാണ്. ആ കുട്ടികളെല്ലാം തന്നെ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കീമിൽ രജിസ്റ്റർ ചെയ്യാം. അതിന്റെ ഡേറ്റ് ആണ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. 6-ാം തീയതി 5 PM വരെ രജിസ്റ്റർ ചെയ്യാൻ, നിലവിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതേപോലെ ചില ആളുകൾ ചോദിച്ചിരുന്നു പുതിയ കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോന്ന്. അതായത് നിങ്ങൾ ഓരോന്നിനും സെപ്പറേറ്റ് ഫീസ് അടച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പുതിയ കോഴ്സുകളിലേക്ക് ഏതിലേക്കെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അതിനുള്ള ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനുള്ള അവസരം വരുന്നുണ്ട് എന്നൊരു കാര്യം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് നിങ്ങളെ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും പുതിയ കോഴ്സുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ കീമിന്റെ അപ്ഡേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സിയുടെ വെബ്സൈറ്റും അതേപോലെ NT ആണ് നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് NTയുടെ വെബ്സൈറ്റും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. യെസ്, ഇനി കുറച്ച് ഡൗട്ടുകൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നത് അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിന് കുറേയധികം റീസൺസ് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തതിൽ വന്ന മിസ്റ്റേക്കും കാര്യങ്ങളാണ്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, ദെൻ നിങ്ങളുടെ സിഗ്നേച്ചർ അതൊക്കെ ക്ലിയർ അല്ലെങ്കിൽ ജെന്യൂൻ അല്ലെങ്കിലൊക്കെ വളരെ വലിയ പ്രശ്നമാണ്. അതാണ് റിജക്ഷനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ജെന്യൂൻ അല്ലാത്ത സിഗ്നേച്ചർ, അതേപോലെ ക്ലിയർ അല്ലാത്ത ഫോട്ടോഗ്രാഫും കാര്യങ്ങളും ഒക്കെയാണ്. ദെൻ നിങ്ങളുടെ നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റിജക്ഷന് കാരണമാകും. പിന്നെ കറക്റ്റായിട്ട് ഫീസ് അടയ്ക്കണം. അതായത് നിങ്ങൾ എല്ലാ കോഴ്സും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ എല്ലാ ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ആർക്കിടെക്ചർ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ അറിയാവുന്ന ഒരു ടിക്ക് ഇട്ടു, നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് അടച്ചില്ല എന്നുണ്ടെങ്കിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള സാധ്യത. അപ്പം ഇങ്ങനെ എന്തെങ്കിലും റിജക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മെമ്മോ ആയിട്ട് വരും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കാണാൻ സാധിക്കും. ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. യെസ്, അപ്പോൾ അത് അറിയാൻ സാധിക്കും. ദെൻ അതേപോലെ ഒരു ഡൗട്ട് വരുന്നത് മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു കുട്ടിയാണ്. അതായത് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ, സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്നതും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്നതുമായ നിരവധി കോളേജുകളുണ്ട്. ഈ കോളേജുകളിലൊക്കെ കമ്മ്യൂണിറ്റി സീറ്റുണ്ട്, മൈനോറിറ്റി സീറ്റുകളുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കും മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കുമൊക്കെ മൈനോറിറ്റി സീറ്റുകളുണ്ട്. അപ്പോൾ മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ്. I wish to be considered for allotment in MBBS under minority quota seats in private self-financing medical colleges. I have obtained non-creamier NCL certificate for my category claim. Can I upload the same certificate for claiming the minority quota? അതായത് കുട്ടിക്ക് NCL സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കമ്മ്യൂണിറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള, കാറ്റഗറി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള NCL സർട്ടിഫിക്കറ്റ്. സെയിം സർട്ടിഫിക്കറ്റ് തന്നെ എവിടെ മൈനോറിറ്റി കോട്ടയ്ക്ക് വേണ്ടി കൊടുക്കാമോ എന്നാണ് പറയുന്നത്. യെസ്, നിങ്ങൾക്ക് ഒരേ സർട്ടിഫിക്കറ്റ് തന്നെ വിവിധ ക്ലെയിമുകളിൽ കൊടുക്കാൻ സാധിക്കും. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് അതിലേക്ക് വാലിഡ് ആണ്, പ്രോപ്പറായിട്ട് സ്ഥലത്തേക്കാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ കാറ്റഗറി സർട്ടിഫിക്കറ്റിന് വേണ്ടി എടുക്കുന്ന NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മൈനോറിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. യെസ്, സെയിം യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരേ സർട്ടിഫിക്കറ്റ് തന്നെ യൂസ് ചെയ്യാം. യെസ്, അതേപോലെ പറയുന്നുണ്ട് I have a birth certificate showing the date of birth and place of birth. Can I use this one certificate as an evidence for date of birth and nativity? അതായത് കുട്ടി പറയുന്നത് നേറ്റിവിറ്റിക്ക് വേണ്ടിയും ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയും സെയിം സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാമോ എന്നാണ്.
കറക്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്തും കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സെയിം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരേ പർപ്പസിന് വേണ്ടി വ്യത്യസ്ത പർപ്പസിന് വേണ്ടി ഒരേ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് മുൻപ് മൈനോറിറ്റി കോട്ടയുടെ കാര്യം പറഞ്ഞ പോലെ കാറ്റഗറി പറയാനും അതേപോലെ തന്നെ മൈനോറിറ്റി കോട്ടയിലേക്ക് വേണ്ടി സെയിം സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ പ്ലേസ് ഓഫ് ബർത്ത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? നിങ്ങൾക്ക് നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. പക്ഷെ അത് കറക്റ്റായിട്ടുള്ള അതിൻ്റെതായ റൂൾസിലാണ്, ആ ഒരു ഇതിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ പറയുന്നത്, ക്യാൻ ഐ റെക്ടിഫൈ ഡിഫക്ട്സ് ഇൻ മൈ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ? നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷനിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ സാധിക്കുമോ എന്ന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്. യെസ്, തിരുത്താൻ സാധിക്കും. ആപ്ലിക്കേഷൻ്റെ സ്ക്രൂട്ടിനി വരും. ആ സ്ക്രൂട്ടിനി വരുന്ന സമയത്ത് നിങ്ങൾക്ക് തിരുത്താൻ, ഓൾറെഡി നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരം വന്നിരുന്നു അല്ലെ? യെസ്, അത് വന്നിരുന്നതാണ്. അതിന് മേടി ഇപ്പൊ ഇനി ഒരു ഡൗട്ട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓൾറെഡി തിരുത്താനുള്ള അവസരം കുട്ടികൾക്ക് വന്നിരുന്നു. യെസ്. ഇഫ് or go to upload necessary certificate for claiming communal reservation before the stimulated time mentioned by CE, can I submit the certificate by post, mail or directly? അതായത് ചില സർട്ടിഫിക്കറ്റ് ഇപ്പോൾ OBC കാരാണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ OEC ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഡിറക്റ്റ് ആയിട്ട് സിയിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ ഒക്കെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും പറ്റില്ല. ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾ റിസർവേഷന് വേണ്ട കാര്യങ്ങളും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ അതേ ടൈമിൽ തന്നെ അപ്പ് ചെയ്യുക. ഒരിക്കലും മെയിൽ മുഖേനയോ നേരിട്ടോ പോസ്റ്റ് വഴിയോ നമുക്ക് ഒരിക്കലും ഈ ഒരു സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് അവർ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതർവൈസ് അത് റിജക്ട് ചെയ്യപ്പെടും കേട്ടോ. ഈസ് ഇറ്റ് കമ്പൽസറി ടു ഡു ഓൾ ദി സ്റ്റെപ്സ് മെൻഷൻ ഫോർ അപ്ലൈങ് ഓൺലൈൻ ഇൻ എ സിംഗിൾ സിറ്റിംഗ്? അതായത് ഇപ്പോൾ ചിലർ അപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു ഇരുത്തിൽ തന്നെ എന്താണ് ഫുൾ ഫീസ് അടച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. അങ്ങനെ യാതൊരുവിധ കാര്യങ്ങളുമില്ല. നിങ്ങൾക്ക് പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് ഫില്ല് ചെയ്ത് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. ഒരൊറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷനും ഫില്ല് ചെയ്ത് ഫീസ് അടയ്ക്കണം എന്നില്ല. നിങ്ങൾക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പം 6-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഫീസ് അടച്ച് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീയും കൂടെ അടച്ചാലേ അത് കംപ്ലീറ്റഡ് ആവും. യെസ്. വിച്ച് ആർ ദ കോഴ്സസ് അലോട്ടഡ് ബൈ കീം? കീമിൽ ഏതൊക്കെ കോഴ്സുകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, ഫാർമസി ഉണ്ട്, ദെൻ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ MBBS, BDS, അതേപോലെ ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, ദെൻ അത് കൂടാതെ BSc ഫിഷറീസ്, BSc എൻവറോൺമെൻറ്റൽ സയൻസ്, അങ്ങനെ നിരവധി കോഴ്സുകൾ ഈ ഒരു കീമിന് അണ്ടറിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും നിങ്ങൾ കീം എക്സാം എഴുതണ്ട. ഈ ഫിഷറീസ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെറ്റിനറിക്ക് വേണ്ടിയിട്ട് BSc ഫോറസ്ട്രിക്ക് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ കീം എക്സാം എഴുതണ്ട. അതൊക്കെ നീറ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുക. അതൊക്കെ നീറ്റ് എക്സാമിൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് മിക്ക സീറ്റുകളിലേക്കും, എല്ലാമെന്ന് ഞാൻ പറഞ്ഞില്ല, മിക്ക സീറ്റുകളിലേക്കും അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക. കീം എക്സാമിനെ വെച്ചിട്ടല്ല. പക്ഷേ എഞ്ചിനീയറിംഗ് ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ കീം എക്സാം അറ്റൻഡ് ചെയ്യണം. കീമിൻ്റെ സ്കോറിൻ്റെ ബേസിലും ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. ബാക്കിയുള്ള ആളുകൾ അതേപോലെ ആർക്കിടെക്ചറുകാർ നെറ്റ് എക്സാം ആണ് എഴുതേണ്ടത്. ദെൻ ഫാർമസിക്കാർ മാത്സിൻ്റെ പേപ്പറോ കാര്യങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അതേപോലെ ബാക്കി വരുന്ന കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BTech, ബയോടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെൻറ്റൽ സയൻസ്, ഇവരെല്ലാവരും നീറ്റ് എക്സാം ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. എന്നാൽ കീമിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ കേരളത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മാക്സിമം എല്ലാ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.